ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഓട്ടട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരി, ഒരു 3 നാഴി അരി കഴുകി വെള്ളത്തിലിട്ട് രാത്രി തന്നെ കുതിർത്ത് വെച്ചിരുന്നു. രാവിലെ അത് ഒന്നും കൂടെ കഴുകി മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പും പിന്നെ ഒരു മുറിയുടെ ഒരു 1/4 ഭാഗം കൂടി, ഒരു ഏകദേശം 1/4 കപ്പോളം തേങ്ങ ഈ അരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ചോറും അതേപോലെ 2-3 ചെറിയ ഉള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഈ മാവ് റെഡിയാക്കാൻ അരി എടുക്കുമ്പം നമുക്ക് ചിലപ്പോൾ നല്ല വൃത്തിയുള്ള വെളുത്ത അരി കിട്ടലുണ്ട് അല്ലേ. ചിലത് ഒരു ചെളി പിടിച്ച് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഈ നല്ല വൃത്തിയുള്ള അരി കിട്ടുകയാണെങ്കിൽ നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു പശപ്പായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അരിയാകുമ്പോൾ ഇത് അരക്കുമ്പം അതിൽ നിന്ന് ചോറ് ഒഴിവാക്കണം. എന്നിട്ട് ആ അരച്ച മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ അരി മാത്രം ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അരക്കുക. അതിന് ശേഷം തേങ്ങയും മറ്റ് സാധനങ്ങളും ചേർത്ത് അരക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോകുന്ന ഒരു ടെൻഷൻ വേണ്ട. കാരണം അരി അരക്കുമ്പോൾ വെള്ളം കൂടിയാലും തേങ്ങ ചേർക്കുമ്പോൾ അത് ബാലൻസ് ചെയ്തോളും. എന്നിട്ടിതാ ഓട്ടട ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ചട്ടിയും പിടിച്ചത്. ഒന്ന് നമ്മളെ പത്തിരി ചട്ടിയാണ് കേട്ടോ. ചിലർ പറയും പത്തിരി ചട്ടി എടുത്താൽ ഓട്ടടയും ചുടാലോ പത്തിരിയും ചുടാലോ. പക്ഷെ അത് രണ്ടും 2 ചട്ടിയാണ്. പത്തിരി ചട്ടി പരന്നിട്ടായിരിക്കും. ഇത് കണ്ടോ, ഓട്ടട ചട്ടി കുറച്ച് കട്ടി കൂടിയിട്ട് അടി കുറച്ച് കുഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്ല, വിറകടുപ്പിലെങ്കിലും സൂപ്പറായിട്ട് ഓട്ടട കിട്ടും. ഇന്ന് എനിക്കും കുറച്ചൊരു മടി വന്നുകൊണ്ട് ഞാനും ഗ്യാസുമ്മൽ വെച്ചിട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാണം. ചട്ടി ചൂട് കുറഞ്ഞാൽ അപ്പം ആദ്യം ചുടുന്ന അപ്പം നന്നാവില്ല. അപ്പം നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ അതിലേക്കൊരു 1.25 തവി മാവ്, കുറച്ച് കുഴിയുള്ള തവിയാണ് കേട്ടോ, അതിനൊരു 1.25 തവി മാവ് എടുത്തിട്ട് ഒഴിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ച് ഞാൻ. എന്നിട്ട് നമ്മളത് മൂടി വെക്കുക. അതേപോലെ ഈ മാവ് അരച്ച് നല്ല കുറുക്കി അരച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ അപ്പം നന്നായിട്ട് കിട്ടും കേട്ടോ. ഈ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ മൂടി വെക്കണ്ട. നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കുമിള പോലെ പൊങ്ങി വരുന്നുണ്ടാവും. അതിന് ശേഷം മൂടി വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല നടുഭാഗമൊക്കെ മുകളിലേക്ക് പൊങ്ങി സോഫ്റ്റായ നല്ല അപ്പം കിട്ടും. ഞാനതൊരു ഫ്രൈ പാൻ്റെ അടപ്പെടുത്താണ് മൂടി വെച്ചത്. പക്ഷേ ആദ്യത്തെ അപ്പം നന്നായില്ല. അപ്പോൾ എന്തു പറ്റി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു എയർ പോകാതെ ഹോളുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് അതിൻ്റെ എയർ പുറത്ത് വന്നിട്ടാണ് അപ്പം നന്നാവുന്നത്. അപ്പോൾ അത് മാറ്റി ഞാൻ സ്റ്റീലിൻ്റെ മൂടി തന്നെ വെച്ചു. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഓട്ടട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവി പുറത്തേക്ക് പോവാത്ത നല്ല മൂടി കൊണ്ട് തന്നെ നിങ്ങൾ മൂടി വെക്കണം കേട്ടോ. അതിക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കിഴങ്ങ് കൊണ്ട് സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഓട്ടടയിലേക്ക് എന്താണ് സൈഡ് ഡിഷ് ഉണ്ടാക്കുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ചമ്മന്തിയും കിഴങ്ങ് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷും നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ അതുണ്ടാക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ ഓട്ടട ചുടുമ്പം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ മാവ് അരച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് ഗ്യാസുമ്മ വെച്ച് ചെറുതായിട്ട് ആ മാവൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് തിളപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് ഒഴിച്ചാലും നല്ല ഓട്ടട നമുക്ക് കിട്ടും. ഇതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കുള്ള ടിപ്പാണ് കേട്ടോ. എന്തായാലും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. അത് ചൂടായി. അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം കറിവേപ്പില, അതേപോലെ ഒരു 2 പച്ചമുളക് ഇതിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് വഴറ്റിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മളത് ഇളക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റി. ഈ വീഡിയോ ഇഷ്ടമായവർ ഇതിലേക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ സവാള ഒന്ന് ഇളക്കി പെട്ടെന്ന് വാടിക്കിട്ടാൻ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ചാൽ നമുക്ക്
സവാള വഴന്നതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്നും കൂടെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വാടിക്കിട്ടും. അത് വാടുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാനുള്ള മസാല ഉണ്ടാക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ചിക്കൻ മസാല, ഗരം മസാല, ബീഫ് മസാല ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാം കേട്ടോ. ഞാൻ ഏതായാലും കുറച്ച് ബീഫ് മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി അത്യാവശ്യം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ മസാല ഈ കൂട്ടിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മസാലയുടെ ആ പച്ചമണം ആ എണ്ണയിൽ കിടന്ന് മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ച് കിഴങ്ങ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. കിഴങ്ങ് നമ്മൾ നല്ല കിഴങ്ങാണെങ്കിൽ നന്നായിട്ട് കഴുകി ചളി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. തൊലി കളയണമെന്നില്ല. കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു തേങ്ങ എടുത്ത് ചിരവിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിയും കൂടെ വേണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഈ കിഴങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കറിയല്ല, ഒരു ഡ്രൈ ആയിട്ട് ഉള്ളൊരു ഇതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി പാത്രത്തിലൊക്കെ അടിയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതങ്ങനെ തീ ഓഫാക്കി മാറ്റി വെച്ചു. എന്നിട്ടൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നീട് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് മിക്സി അടച്ച് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അല്പം വിനാഗിരി ചേർത്ത് നല്ല ചമ്മന്തി റെഡിയായി.